ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ്. വെറുതെ കഴിക്കാനാണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഞ്ഞിയുടെ കൂടെ ആണെങ്കിലും എല്ലാവർക്കും ഉപ്പുമാങ്ങ കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉപ്പുമാങ്ങ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന നല്ല പുളിയുള്ള മാങ്ങയാണ്. അധികം മൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാങ്ങ ഉപ്പ് പിടിച്ച് കിട്ടും. മാങ്ങ രണ്ട് രീതിയിൽ ഉപ്പിലിടാറുണ്ട്, മുഴുവനായിട്ടും. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് അരിഞ്ഞിട്ടാണ് ഉപ്പിലിടുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എരിവും ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ നമുക്ക് മാങ്ങയെല്ലാം നേരിയതായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ്. അത് നമുക്ക് ചെരിച്ച് കനം കുറച്ച് മുറിച്ചു കൊടുക്കാം. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. മാങ്ങ ഉപ്പിലിടുന്നതിന് കാന്താരി മുളകായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ കാന്താരി മുളകില്ല, അതുകൊണ്ടാണ് പച്ചമുളക് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പുമാങ്ങ ആയതുകൊണ്ട് കുറച്ചധികം ഉപ്പ് ഫ്രണ്ടിൽ നിൽക്കണം. അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഉപ്പൊക്കെ നല്ലപോലെ അലിഞ്ഞ് വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ തിളപ്പിച്ച ആ വെള്ളം, മുളകും വിനാഗിരിയും ചേർത്ത ആ വെള്ളം ആറിയതിന് ശേഷം കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഗ്ലാസ് ജാറിലാണ് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് ജാറ് ഉപയോഗിക്കരുത്, മാക്സിമം ഒഴിവാക്കുക. ഉപ്പിലിടുന്ന ഐറ്റംസ്, അച്ചാർ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാക്സിമം ഒഴിവാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്.